സ്ട്രെങ്ത് എങ്ങനെയുണ്ടെന്ന് നമുക്ക് ടെസ്റ്റ് ചെയ്യാം. തന്നെയാണ് ഇത്. അടിച്ച് പോവാ. ലാറ്ററൈറ്റ് മാത്രം, ഇതിനകത്ത് സിമെന്റ് ഉണ്ട്, രണ്ടിനകത്തും സിമെന്റ് ഇല്ല. ജസ്റ്റ് നമ്മുടെ ലാറ്ററൈറ്റ് മണ്ണ് മാത്രം കംപ്രസ് ചെയ്തിട്ടുള്ള 2 ബ്ലോക്കുകളാണ്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇതിന്റെ മുകളിൽ കൂടെ ഒന്ന് കയറി നോക്കാം. അകത്ത് കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് മൊത്തം മഴ വരുന്നൊക്കെ കാണാം. അപ്പോൾ ആ രീതിയിൽ ഇപ്പം നമ്മൾ ഗ്രൗണ്ട് ഫ്ലോർ ഷട്ടറിങ് ചെയ്തേക്കാണ് അല്ലേ? എല്ലാവർക്കും നമസ്കാരം, മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എൻ്റെ ബാക്കിൽ കാണുന്നത് പോലെ തന്നെ നമ്മളിന്നൊരു മെറ്റീരിയലിനെ കുറിച്ചിട്ടാണ്, അല്ലെങ്കിൽ ഒരു പ്രൊഡക്റ്റിനെ കുറിച്ചിട്ടാണ് നമ്മൾ വീഡിയോ ചെയ്യാൻ പോകുന്നത്. ഞാനിപ്പോൾ കറക്റ്റായിട്ട് നിൽക്കുന്ന സ്ഥലം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മൂവാറ്റുപുഴയാണ്. മൂവാറ്റുപുഴയിൽ ലോക്കി ലാറ്ററൈറ്റ് ബ്രിക്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഫാക്ടറിയിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. ഇവിടെ ലാറ്ററൈറ്റ് ബ്ലോക്കുകൾ ഉണ്ടാക്കുന്നുണ്ടെന്ന് അറിഞ്ഞിട്ടാണ് ഞാൻ വന്നത്, അല്ലെങ്കിൽ നമ്മൾ വന്നത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം മലബാറിൽ നിന്ന് വരുന്നത് നമുക്ക് ചെങ്കല്ല് അല്ലെങ്കിൽ ലാറ്ററൈറ്റ് കല്ല് എന്ന് പറയുന്നത് നമ്മൾ സുലഭമായിട്ട് കാണുന്നതും നമുക്ക് അറിയാവുന്ന കാര്യമാണ്. നമ്മുടെ മുമ്പത്തെ വീഡിയോയും അത് തന്നെയായിരുന്നു. അപ്പോൾ ആ ഒരു വീഡിയോയ്ക്കകത്ത് നമ്മൾ ലാറ്ററൈറ്റ് ബ്ലോക്കിനെ പറ്റിയിട്ട് നമ്മൾ കോറിയിൽ പോയിട്ട് തന്നെ വളരെ ഡീറ്റെയിൽ ആയിട്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ വീഡിയോ ഇതുവരെ കണ്ടിട്ടില്ലാത്ത ആൾക്കാർ മുകളിൽ കാണുന്ന ലിങ്ക് യൂസ് ചെയ്തിട്ട് ആ വീഡിയോ കാണാം. അതുപോലെ തന്നെ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ സെയിം ലാറ്ററൈറ്റിൻ്റെ പൊടിയും സിമെൻറ്റും ഒക്കെ വെച്ചിട്ട് ഒരു ബ്ലോക്ക് ഉണ്ടാക്കുന്നുണ്ടെന്ന് അറിഞ്ഞു വന്നതാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇത് നമുക്കൊരു ആൾട്ടർനേറ്റീവ് മെറ്റീരിയലായിട്ട് യൂസ് ചെയ്യാൻ പറ്റുമോ, ഇതിൻ്റെ പ്രോപ്പർട്ടീസ് എന്തൊക്കെയാണ്, നമുക്ക് ഏതൊക്കെ സ്ഥലങ്ങളിൽ അല്ലെങ്കിൽ ഏതൊക്കെ നമ്മുടെ പ്രോജക്റ്റിൽ നമുക്കത് യൂസ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം എന്നുള്ള കാര്യങ്ങൾ കറക്റ്റായിട്ട് പഠിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വന്നിട്ടുള്ളത്. അപ്പോൾ ഞാൻ ഒരിക്കൽ കൂടെ നേരത്തെ പറഞ്ഞതുപോലെ ലോക്കി ലാറ്ററൈറ്റ് ബ്ലോക്സ് ഫാക്ടറിയിലാണ് നമ്മളുള്ളത്. നമുക്ക് കംപ്ലീറ്റ് ഡീറ്റെയിൽ ഇവിടെയുള്ള അവർ നമുക്ക് കറക്റ്റായിട്ട് പറഞ്ഞുതരാം, സൈറ്റ് പോയി കാണാം എന്നൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്ക് വീഡിയോയ്ക്ക് പോകാം. ഞാൻ ആഗ്രഹിക്കുന്നു കാറ്റിക്കലാണ് മറ്റു വിഷയത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നിങ്ങൾ കണ്ടതുപോലെ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ലാറ്ററൈറ്റ് ബ്ലോക്കുകളെ കുറിച്ചാണ്. അപ്പോൾ അതിനെക്കുറിച്ച് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങൾ പറഞ്ഞുതരാൻ പോകുന്നത് നമ്മുടെ സുൽഫിക്കും അതുപോലെ തന്നെ സാലിഹുമാണ്. അപ്പോൾ സുൽഫിക്ക, ആദ്യമായിട്ട് നമ്മുടെ ലാറ്ററൈറ്റ് ബ്ലോക്കിലേക്ക് പോകുന്നതിൻ്റെ മുമ്പേ ഞങ്ങൾ മലപ്പുറത്ത് നിന്ന് അല്ലെങ്കിൽ മലബാർ സൈഡിൽ നിന്ന് വരുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് തൽക്കാലം സുലഭമായിട്ടെന്ന് പറയാൻ പറ്റില്ല, ചെങ്കല്ല് കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. പല ക്വാളിറ്റിയിലുള്ള ചെങ്കല്ലാണ്. ഞങ്ങൾ കഴിഞ്ഞ ഇടയ്ക്ക് ഈ ചെങ്കൽ കോറിയിൽ പോയിട്ട് ഈ കല്ലിൻ്റെ ക്വാളിറ്റി ഒക്കെ ചെക്ക് ചെയ്യുന്ന ഒരു വീഡിയോ ഒക്കെ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇത്തരത്തിലുള്ള ബ്ലോക്കിനെ കുറിച്ച് നമ്മൾ ആലോചിച്ചിട്ടില്ല. ഇനി പലപ്പോഴും നമ്മുടെ സൈറ്റിലൊക്കെ ഇടക്കെട്ടുകളൊക്കെ പണിയാനായിട്ട് നമ്മൾ കോൺക്രീറ്റ് സിമെൻറ്റ് ബ്ലോക്കുകളൊക്കെ നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. പിന്നെ കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ടുള്ള കൺസ്ട്രക്ഷനൊക്കെ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ ഇൻ്റർലോക്ക് ബ്രിക്കുകൾ, അത് സിമെൻറ്റിൻ്റെയും ബ്രിക്കിൻ്റെയും മഡിൻ്റെയും ഇൻ്റർലോക്ക് ബ്ലോക്കുകൾ ഉണ്ടല്ലോ, അത് നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ ഈ ലാറ്ററൈറ്റ് ബ്ലോക്കിനെ കുറിച്ച് സംബന്ധിച്ചിടത്തോളം എനിക്ക് പ്രത്യേകിച്ച് ഒരു ധാരണയുമില്ല. അപ്പോൾ ആദ്യം എന്താണ് ലാറ്ററൈറ്റ് ബ്ലോക്ക്, എങ്ങനെയാണെന്നുള്ളത് എനിക്കും അതുപോലെ തന്നെ നമ്മുടെ വ്യൂവേഴ്സിനും ഒന്ന് ബ്രീഫ് ചെയ്ത് തരിക, എന്നിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ കിടക്കാം. നമ്മുടെ ഇതിൻ്റെ മെയിൻ റോ മെറ്റീരിയൽ എന്ന് പറയുന്നത് ലാറ്ററൈറ്റ് പൗഡറും അതിൻ്റെ ലാറ്ററൈറ്റ് ക്രഷ് ചെയ്ത പ്രൊഡക്റ്റാണ്. അതും പിന്നെ 10% സിമെൻറ്റും. ലാറ്ററൈറ്റ് ക്രഷ് ചെയ്തതെന്ന് പറയുമ്പോഴേക്കും അതിനകത്ത് ഫൈൻ ഡസ്റ്റ് മുതൽ ഒരു 3/4 ഇഞ്ച് വരെയുള്ള സൈസിലുള്ള സാധനങ്ങളായിരിക്കും ഉണ്ടാവുക. ശരി, അതിൽ ആവശ്യത്തിന് വെള്ളം മിക്സ് ചെയ്ത്. ശരി, വെള്ളം മാത്രം തന്നെയാണ് അതിനകത്ത് മിക്സ് ചെയ്യണത്, വേറെ എന്തെങ്കിലും അഡിറ്റീവ്സോ ഒന്നും ആഡ് ചെയ്യുന്നില്ല. ശരി. പിന്നെ നമ്മുടെ ഡൈയുടെ സൈസ് 60 സെന്റിമീറ്റർ ആണ്. ശരി, അതിനെ 30 ആയിട്ട് കംപ്രസ് ചെയ്താണ്. ശരി, അതായത് 2 അടി സൈസുള്ള നമ്മുടെ മറ്റേ ഈ ഡൈനെ വന്നിട്ട് ഒരടിയിലേക്ക് ഡബിൾ സൈഡ് കംപ്രഷൻ ആണ്. അപ്പോൾ നേരെ പകുതിയാവും. അപ്പോൾ അത്രയാണ് അതിന്റെ ഒരു കംപ്രഷൻ വരുന്നത്. അത് തന്നെയായിരിക്കും നമ്മുടെ ഈ ബ്രിക്കിന് കിട്ടാൻ പോകുന്ന അതിന്റെ പ്രോപ്പർട്ടീസ് എന്ന് പറയുന്നത്. ഈ കംപ്രഷൻ വഴിയായിരിക്കും മെയിൻ സാധനം. നമ്മൾ സിമെന്റ് ഇല്ലാതെ വരെ കംപ്രസ് ചെയ്ത അത്യാവശ്യം സ്ട്രെങ്ത് ഉണ്ട്. ഒന്ന് എറിഞ്ഞു നോക്കിയാൽ പൊടിഞ്ഞു പോകുന്നില്ല. നമ്മൾ കഴിഞ്ഞ വീഡിയോ ഒക്കെ കണ്ടിട്ടുള്ള ആൾക്കാർക്ക് അറിയുന്നുണ്ടാവും. നമ്മൾ ചെങ്കല്ല്, അതായത് നമ്മൾ ഇപ്പോൾ ചെങ്കല്ലെടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് ക്വാളിറ്റി സെക്കൻഡ് ക്വാളിറ്റി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിനകത്തൊരു ഈ സെക്കൻഡ് ക്വാളിറ്റി അല്ലെങ്കിൽ അതിന് താഴെയുള്ള ക്വാളിറ്റിക്കുള്ള കല്ല് നമ്മൾ എടുത്തെറിഞ്ഞു കഴിഞ്ഞാൽ കംപ്ലീറ്റ് അങ്ങ് പൊടിഞ്ഞു പോകും. അങ്ങനത്തെ സാഹചര്യം നമുക്ക് ഉണ്ടാവുന്നില്ല. അതുപോലെ തന്നെ ഈ ഒരു ബ്ലോക്കിന്റെ ഒരു ടെക്നിക്കൽ സൈഡ് എടുത്ത് നമ്മൾ അതിന്റെ ഒരു കംപ്രസീവ് സ്ട്രെങ്ത് ഒക്കെ എടുത്ത് നിങ്ങൾ നോക്കിയിട്ടുണ്ടായിരുന്നു? നമ്മൾ ചെക്ക് ചെയ്തായിരുന്നു. ഇവിടെ MBA കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് അവിടെ പോയി ചെക്ക് ചെയ്തായിരുന്നു. അപ്പോൾ നമുക്ക് ഏകദേശം 7 ഒക്കെ കിട്ടുന്നുണ്ട് കംപ്രസീവ് സ്ട്രെങ്ത്. ശരി. ഒരു എന്താ പറയുക, നമുക്ക് ഇതിനൊരു സർട്ടിഫിക്കേഷൻ ഒക്കെ കിട്ടുകയാണെങ്കിൽ സർട്ടിഫിക്കേഷൻ അവരുടെ സ്വാഫ്റ്റ് സേഫ്റ്റി ഒക്കെ കഴിച്ചിട്ട് 5.7 നമുക്ക് കിട്ടുന്നുണ്ട്. നമ്മുടെ ഈ ബ്ലോക്ക് ഇപ്പോൾ 2 അടിയിൽ നിന്ന് 1 അടിയായിട്ട് കംപ്രസ് ചെയ്യാന്ന് പറഞ്ഞു. അപ്പോൾ ഇതിന്റെ ഒരു സ്ട്രെങ്ത് എത്രയാണ് നമ്മൾ കൊടുക്കുന്നത്? 10 ആണ് ഇപ്പോൾ അതിന്റെ കംപ്രസ് ചെയ്യുന്ന സ്ട്രെങ്ത് എന്ന് പറയുന്നത്. അത്രയും സ്ട്രെങ്ത്തിൽ ഇത് പ്രസ് ചെയ്തിട്ടാണ് 2 സൈഡിൽ നിന്നും ഇത് ചെയ്തിട്ട് 15 ടണ്ണിൽ കംപ്രസ് ചെയ്തിട്ടാണ് നമ്മുടെ നേരെ ഇരട്ടിയുള്ള സാധനം
സാധനം അതിന്റെ പകുതിയാക്കി നമുക്ക് കിട്ടുന്നത്. നമ്മുടെ ഇപ്പൊ നമ്മൾ ചെയ്യുന്ന ഈ ബ്ലോക്കിന്റെ സൈസസ് ഒക്കെ എത്രയാണ് വരുന്നത്? നമുക്കിപ്പോ നമ്മുടെ ഇപ്പൊ നമ്മൾ നിലവില് 30, 15, 20, അതായത് ഒരടി 30 നീളം, 8 ഇഞ്ച് വീതി, 6 ഇഞ്ച് കനം, ഈ ഒരൊറ്റ സൈസിൽ നമ്മൾ ചെയ്യുന്നുള്ളൂ. ഇതിന്റെ ഒരു വാട്ടർ അബ്സോർപ്ഷൻ ഒക്കെ, കാരണം നമ്മുടെ നാട്ടിൽ മഴ ഒരു മെയിനായിട്ട് പ്രശ്നമുള്ള സ്ഥലമാണ്. അപ്പോൾ ഇതിന്റെ ഒരു വാട്ടർ അബ്സോർപ്ഷൻ എങ്ങനെയൊക്കെ വരും എന്നുള്ളത് നോക്കിയിട്ടുണ്ട്. അബ്സോർപ്ഷൻ നമ്മൾ മറ്റേ നാച്ചുറൽ ലാറ്ററൈറ്റിന് കമ്പയർ ചെയ്യുമ്പോൾ വളരെ അതിന്റെ 50% കുറവ് വരുന്നുള്ളൂ. ഏകദേശം 18% എന്നൊക്കെയാണ് സ്റ്റഡീസ് പറയുന്നത്. ശരി. അപ്പൊ നമ്മൾ ഇപ്പൊ നിങ്ങൾ ഈ കട്ട ഇത് ഇവിടുന്ന് ചെയ്ത് കഴിഞ്ഞാൽ ക്യൂറിങ്ങിനായിട്ട് നേരെ പുറത്ത് കൊണ്ടുവയ്ക്കല്ലേ? ഇന്നിപ്പോ നമ്മൾ ഇന്ന് ചെയ്ത വർക്ക് നാളെ നമ്മൾ 24 hours കഴിയുമ്പോൾ ഷിഫ്റ്റ് ചെയ്യും പുറത്തേക്ക്. ശരി, അത് 7 days ക്യൂറിങ് നമ്മൾ 7 days ക്യൂറിങ് നമ്മൾ അവിടെ ചെയ്യുന്നുണ്ട്. എന്നുവെച്ചാൽ വെള്ളം ഒഴിച്ചിട്ട് സിമെന്റ് ഇട്ടിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആയതുകൊണ്ട് നമ്മൾ വെള്ളം ഒഴിച്ച് തന്നെ അതിന് ക്യൂർ ചെയ്യും. 7 days കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നേരെ സൈറ്റിലേക്ക് പോകാം. 7 days 21 days ആണ് നമുക്ക് ഇത് സൈറ്റിൽ ശരിക്കും ഫുൾ സ്ട്രെങ്ത് വരുന്നത്. ശരി. പിന്നെ ഒരു 10 days ഒക്കെ കഴിഞ്ഞാൽ സൈറ്റിലേക്ക് വിടാം. സുൽഫിക, നമുക്ക് അതുപോലെ തന്നെ ഇത്തരത്തിലുള്ളൊരു പുതിയ, എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു പുതിയ മെറ്റീരിയൽ എന്ന് പറയുമ്പോഴേക്കും നമ്മളിപ്പോൾ AAC ഒക്കെ ചെയ്ത സമയത്ത് അവർ നമ്മുടെ അടുത്ത് പറഞ്ഞത് ഇത് നമുക്ക് കൺവെൻഷനൽ നമ്മുടെ മോർട്ടാർ വേണ്ട, അവരുടെ തന്നെ ഗമ്മ് വെച്ചിട്ട് ചെയ്യാം, അത് ഇത്ര തിക്നെസ് മതി എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു കാര്യം പറഞ്ഞിരുന്നു. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു കാര്യം എനിക്ക് ഉറപ്പാണ്, കാരണം നമ്മുടെ നല്ല ലെവലിലാണ് നമ്മുടെ സർഫേസ് ഇരിക്കുന്നത്. അപ്പോൾ നമ്മൾ പ്ലാസ്റ്റർ ചെയ്യുന്നൊക്കെ എനിക്ക് തോന്നുന്നു വളരെ തിന്നായിട്ട് ചെയ്താൽ മതിയാവും. അതിൽ സുൽഫിക്കയ്ക്ക് വേറെ എന്തൊക്കെയാണ് നമുക്ക് ഇതിനകത്ത് ചെയ്യാൻ പറ്റുക എന്നുള്ള കാര്യങ്ങളും കൂടെ ഒന്ന് പറഞ്ഞു തന്നാൽ അടിപൊളി. നമുക്കിത് മോട്ടർ ഏറ്റവും മിനിമം തിക്നെസ്സിൽ ചെയ്യാം. ഒരു 8 mm അല്ലെങ്കിൽ ഒരു 6 mm മതിയാവും. ശരി. പിന്നെ ഈവൻ നമുക്ക് ഈ AAC ബ്ലോക്കിന്റെ സെയിം ഗമ്മ് വെച്ചിട്ട് നമുക്കിത് ചെയ്യാവുന്നതാണ്. ശരി. അപ്പോൾ ഓക്കെ. അപ്പോൾ എനിക്ക് തോന്നുന്നു നമ്മുടെ ട്രവൽ വെച്ചിട്ട് കറക്റ്റ് ചെയ്ത് അങ്ങ് പോവാം. അപ്പോൾ ലെവൽ 2 സൈഡും ഈവൻ ആയിട്ട് കിട്ടും. ശരി. അതുപോലെ തന്നെ ഇങ്ങനത്തെ ബ്ലോക്കിൽ നമ്മളിത് പണിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അടുത്ത കൺസേൺ വരുന്ന ഒരു കാര്യമാണ് നമ്മുടെ ഇലക്ട്രിക് ലൈനുകളൊക്കെ ചെയ്യാൻ കോൺഡ്യൂട്ടിങ് കട്ട് ചെയ്യണം. അത് ഇത്രയും നമ്മുടെ ഡെൻസിറ്റി ഇത്രയും സ്ട്രോങ് ആയതുകൊണ്ട് നമുക്ക് കറക്റ്റ് സൈസിന് കട്ട് ചെയ്ത് വരുമ്പോൾ ഇങ്ങനെ പൊടിഞ്ഞു പോരുന്ന പ്രശ്നമൊന്നുമില്ല. കറക്റ്റ് ആയിട്ട് നമ്മൾ ചെങ്കലിലൊക്കെ ആണെങ്കിൽ, നല്ല ചെങ്കലല്ലെങ്കിൽ, നല്ല അടിപൊളി ചെങ്കല്ലാണെങ്കിൽ കട്ട് ചെയ്യാൻ ഭയങ്കര പ്രയാസമാണ്. ഈവൻ ഇലക്ട്രീഷ്യന്മാർ നമ്മൾ പറയും കല്ല് ഇങ്ങനത്തെ ഭയങ്കര നല്ല കല്ലാണെങ്കിൽ ഞങ്ങൾക്ക് കൂലി അധികം വേണമെന്നൊക്കെ പറയും. പക്ഷേ മോശം കല്ലാണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം കട്ട് ചെയ്യുന്ന സമയത്ത് കല്ലിന്റെ കഷ്ണമൊക്കെ തരാനായിട്ട് ഈ ബ്ലോക്കിൽ നമുക്ക് ആ ഒരു പേടിയാവും. സൈറ്റ് നിങ്ങളുടെ ഏതെങ്കിലും സൈറ്റിൽ ഈ പറഞ്ഞ സാധനം ഇത് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടാവുമല്ലോ, ചെയ്യുന്നുണ്ട്. അപ്പൊ നമുക്ക് ഒരു കാര്യം ചെയ്യാം, നമുക്ക് അവിടെ നിന്ന് പോകാൻ പറ്റുകയാണെങ്കിൽ അവിടെ നിന്ന് പോയിട്ട് ആ ചെയ്തിട്ടുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരുകയും ചെയ്യാം. അതുപോലെ തന്നെ നമുക്കിതിന്റെ ഇത് നമുക്ക് എക്സ്പോസ് ചെയ്തിട്ട് എത്രത്തോളം വർക്ക് ചെയ്യാൻ പറ്റും, ഇന്റീരിയറിലോ അല്ലെങ്കിൽ എക്സ്റ്റീരിയറിലോ? എക്സ്പോസ് ചെയ്ത് നമുക്ക് ഇത് ക്ലിയർ അടിച്ചാൽ നല്ല ആർക്കിടെക്ചർ ഫിനിഷ് ആയിട്ട് ചെയ്യാൻ പറ്റും. ആ ഒരു മഡ് ഫിനിഷ് കിട്ടും. ഇന്റീരിയറിൽ നമുക്കത് ചെയ്യാം. എക്സ്റ്റീരിയറിലേക്ക് നമുക്ക് അറിയില്ല. നമ്മളത് ഇനിയിപ്പം ഞാൻ ഇവിടേക്ക് വന്നപ്പോഴേക്കും ഇവരുടെ ഒരു ചെറിയ കോമ്പൗണ്ട് വാൾ അല്ല, നമ്മുടെ ബിൽഡിങ്ങിന് ചുറ്റുമുള്ള ചെറിയൊരു എന്താ പറയുക ഒരു ഫെൻസിങ് പോലെ അല്ലെങ്കിൽ ഒരു ചെറിയ ഒരു എന്താ പറയുക ഒരു വാള് പോലെ കെട്ടിയിട്ടുണ്ട്. അപ്പൊ അതിലെനിക്ക് തോന്നുന്നത് ഈ പറയുന്ന അങ്ങനെയാണ്. അപ്പൊ എനിക്ക് തോന്നുന്നത് ഒരു വർഷം ഈ ഒരു മഴയൊക്കെ കഴിയുമ്പോഴേക്കും വീണ്ടും ഞങ്ങൾ ഇവിടെ വരാം. അപ്പൊ നമുക്ക് ഇത് എക്സ്പോസ് ചെയ്ത് ചെയ്യാൻ പറ്റുമോ ഇല്ല എന്നുള്ളത് നമ്മൾ ചെയ്യാം. പോരാത്തിന് ഇവരുടെ അടുത്ത് എന്തായാലും കുറച്ച് സാമ്പിൾ പീസ് 2-3 നമ്മൾ കൊണ്ടുപോയിട്ട് നമ്മളേതായിട്ടുള്ള പരീക്ഷണങ്ങളൊക്കെ ഞങ്ങളും ചെയ്ത് അപ്ഡേറ്റ് ചെയ്യാം. പിന്നെ ഇതിന്റെ വേറെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമുക്കിത് ഡയറക്റ്റ് ഇന്റീരിയർ സൈഡ്സ് പുട്ടി ആഡ് ചെയ്യാം, ഡയറക്റ്റ് പുട്ടിയുടെ അപ്ലൈ ചെയ്യാം. നമ്മുടെ ഇതിലൊക്കെ നമ്മൾ AC-ലൊക്കെ ചെയ്യുന്നത് പോലെ പ്ലാസ്റ്ററിങ് ചെയ്യേണ്ട, നമുക്ക് ഇനി എക്സ്പോസ്ഡ് ആണെന്നുണ്ടെങ്കിൽ അത് ചെയ്യാം. ഇനി അതിന് പുറമെ നമുക്ക് ഡയറക്റ്റ് പുട്ടിയിട്ട് ഫിനിഷ് ചെയ്യാം. അതുപോലെ തന്നെ നമുക്ക് അടുത്ത കൺസേൺ വരെ ഞാനിതൊക്കെ ചോദിക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ ഇതിനു മുമ്പേ AAC ചെയ്തു, നമ്മൾ പോറോത്തേം ബ്ലോക്കുകൾ ചെയ്തു. അപ്പോൾ പോറോത്തേമിൽ നമുക്ക് നെയിൽ ചെയ്യുന്ന ഒരു, കാരണം അതിൻ്റെ ഉള്ളിൽ ഹോൾസ് ആയതുകൊണ്ട് നമുക്ക് ഡയറക്റ്റ് എന്താ പറയുക പ്ലഗ് വെച്ചിട്ട് ചെയ്യുന്നതേ പറ്റുള്ളൂ. അപ്പോൾ ഓരോന്നിനും ഓരോ അഡ്വാൻറ്റേജസ് ഇങ്ങനെയുള്ള കാര്യങ്ങളുണ്ടല്ലോ. നമ്മളതിനെ സംബന്ധിച്ചിടത്തോളം നെയിലിങ്ങിന്റെ സ്ഥിതി എന്തായിരിക്കും? നെയിലിങ് നല്ല സ്ട്രെങ്ത് ആണ്. നെയില് നമ്മൾ സാധനം വെട്ടുകല്ലിലും ചെയ്യുന്നതിനേക്കാളും സ്ട്രെങ്ത്തിൽ ശരി. എന്നുവെച്ചാൽ എനിക്ക് തോന്നുന്നു കയറാൻ എളുപ്പമായിരിക്കും. എളുപ്പം എന്നുള്ളതല്ല കാരണം ഇത്രയും കംപ്രഷൻ വരുന്നതല്ല. അത് കഴിഞ്ഞാൽ നിന്ന് കഴിഞ്ഞാലും പിന്നെ വലിയ പണിയാണ് വരില്ല. അപ്പോൾ എനിക്ക് തോന്നുന്നത് നമ്മൾ ബ്ലോക്കിന് പറ്റിയിട്ടുള്ള ഒരു ടെക്നിക്കലായിട്ടോ അല്ലെങ്കിൽ ഫിസിക്കലായിട്ടോ ഒക്കെ നമുക്ക് അറിയേണ്ട കുറേ പ്രോപ്പർട്ടീസ് എന്തെന്നുള്ളത് നിങ്ങൾ പറഞ്ഞു തന്നു. നമ്മൾ സൈറ്റിൽ പോയിട്ട് നമുക്കൊന്ന് കാണുകയും ചെയ്യാം. അതുപോലെ തന്നെ നമ്മുടെ സ്ഥിരം സാധനമായ
ഡ്രോപ്പ് ചെയ്തിട്ടുള്ള ടെസ്റ്റും അതുപോലെ തന്നെ ഈ പറഞ്ഞ സാധനങ്ങളൊക്കെ ഒന്ന് നമുക്കൊന്ന് അടിച്ചും പിടിച്ചൊക്കെ ഒന്ന് പരീക്ഷണങ്ങൾ നടത്തുന്നൊന്ന് കാണാം. പിന്നെ വേറെ പ്രത്യേകത, നമുക്കിത് 6 പീസായിട്ട് വേണമെങ്കിൽ ഒരു 5 സെന്റിമീറ്റർ കനത്തിൽ കട്ട് ചെയ്യാനായിട്ട് പറ്റും. ഈ ഒരടി അല്ലെങ്കിൽ 30 സെന്റിമീറ്ററിന് നമുക്ക് അങ്ങനെ സ്ലൈസ് ചെയ്തെടുക്കാൻ പറ്റും. വേസ്റ്റേജ് എന്ന് പറഞ്ഞാൽ നമ്മുടെ സൈറ്റിൽ ഉണ്ടാവില്ല, ഒരു പീസ് ഒരു വേസ്റ്റ് വരില്ല. ശരി. അതുപോലെ തന്നെ പിന്നെ നമുക്ക് വേണമെങ്കിൽ ഹൊറിസോണ്ടലായിട്ടും കട്ട് ചെയ്യാം. ശരി. അതായത് നമ്മുടെ ഈ 8 ഇഞ്ച് ബൈ 6 ഇഞ്ച് അല്ലേ, 6 ഇഞ്ചിനെ നമുക്ക് ഇങ്ങനെയും ഇങ്ങനെയൊക്കെ കട്ട് ചെയ്തെടുക്കാം. പൊടിഞ്ഞു പോണ പ്രശ്നമില്ല. കട്ടർ വെച്ച് കട്ട് ചെയ്തിട്ട് അങ്ങ് മാറ്റിയാൽ മതി. അപ്പൊ എനിക്ക് തോന്നുന്നത് നമ്മൾ നേരത്തെ ചോദിച്ച ചോദ്യം വെറുതെയാണ്. അതായത് ഇതിന്റെ ഇട സൈസ് ഉണ്ടോ എന്നുള്ളത്. എല്ലാ സൈസും നമുക്ക് കട്ട് ചെയ്ത് ഉണ്ടാക്കാൻ പറ്റുമല്ലോ. അപ്പൊ നമുക്ക് ആ സാധനങ്ങളൊക്കെ എന്തായാലും ഒന്ന് കാണണം. ഈ കാണുന്നതായിരിക്കും നമ്മുടെ ഇപ്പൊ ക്യൂറിംഗ് കഴിഞ്ഞിട്ട് നമ്മൾ ഈ പറയുന്ന പോലെ നമ്മൾ റെഡി ടു ഡെലിവർ എന്നല്ലേ, റെഡി ടു ഡിസ്പാച്ച് ആയിട്ട് നിൽക്കുന്ന ബ്ലോക്കുകളാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു ടെക്സ്ചർ ഒക്കെ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ ആ പല സൈസസ് ഉള്ളതുകൊണ്ട് ശരിക്കും ഒരു നാച്ചുറൽ ബ്ലോക്കിന്റെ ഒരു ഫീല് നമുക്ക് കിട്ടുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഇതിന്റെ അപ്പുറത്തെ ഇതിന്റെ മറ്റേ സൈഡായിരിക്കും, നിങ്ങൾക്ക് ഇപ്പോൾ കാണിച്ചു തരാം. ആ സൈഡായിരിക്കും കുറച്ച് ആ ഫിനിഷിംഗ് ആയിട്ട് ഇരിക്കുന്ന സൈഡ് ഉണ്ടാവുക. നമുക്ക് ഈ ഒരു ബ്ലോക്കിന്റെ നമുക്ക് ഇവിടുന്ന് നേരത്തെ പറഞ്ഞ പ്രോപ്പർട്ടീസ് ഒക്കെ നമുക്കൊന്ന് നോക്കാം. അതായത് ഇതിന്റെ നീളവും വീതിയൊക്കെ എത്ര വരുന്നുണ്ട്, അതുപോലെ തന്നെ നമുക്ക് ഇതൊന്ന് ഡ്രോപ്പ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ നമുക്കൊന്ന് നോക്കാം. അപ്പോൾ നമുക്ക് ഇതിലിരിക്കുന്ന ഏതെങ്കിലും ഒരു ബ്ലോക്ക് എടുത്തിട്ട് ആദ്യമേ ഇതിന്റെ വെയിറ്റ് ഒരു 10-20 കിലോ ഒക്കെ ഉണ്ടാവും. 17.5 കിലോ. ശരി, 17.5 കിലോ ആണ് ഉള്ളതെന്ന് പറഞ്ഞത്. നമുക്ക് ടെസ്റ്റ് ചെയ്യാം. ആദ്യം നമുക്ക് ഇതിന്റെ ലെങ്ത്തും വിഡ്ത്തും ഒക്കെ ഒന്ന് ടെസ്റ്റ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ഈ ബ്ലോക്കിന്റെ ലെങ്ത് എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് നോക്കാം. ടേപ്പ് വെച്ച് നമ്മൾ മെഷർ ചെയ്യുമ്പോഴേക്കും നമുക്ക് 31.5 സെന്റിമീറ്റർ ആണ് നമുക്ക് ഇതിന്റെ ഒരു ലെങ്ത് കിട്ടുന്നത്. അതുപോലെ ഒരു വിഡ്ത്ത് എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കറക്റ്റ് അത് 15 തന്നെ നമുക്ക് കറക്റ്റായിട്ട് കിട്ടുന്നുണ്ട്, 15 സെന്റിമീറ്റർ കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഇതിന്റെ ഒരു വീതി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ പറയാം കറക്റ്റ് 20 സെന്റിമീറ്റർ കിട്ടുന്നുണ്ട്. സുൽഫിക, നമ്മളപ്പോൾ പറഞ്ഞപ്പോഴേക്കും ഒരു 1 ഫീറ്റ് എന്നാണ് നമ്മൾ ശരിക്കും ലെങ്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ ഒരു ചെറിയ ഡിഫറൻസ് വരാനുള്ള റീസൺ എന്താണ്? അത് ഈ നമ്മുടെ ഈ വെട്ടലിന്റെ പൊടിയുടെ ഘടന അനുസരിച്ച്, മണ്ണിന്റെ ഒരു ഓക്കെ അതനുസരിച്ചിട്ട് ഇത് കംപ്രസ് ആവുമ്പോഴുള്ള ചെറിയ വേരിയേഷൻ. അപ്പൊ എനിക്ക് ഒരു 1 സെന്റിമീറ്റർ വരെയൊക്കെ ആ ഒരു ഇത് നമുക്ക് ചെയ്യാം. ശരി. പക്ഷെ വീതിയും കനവും കറക്റ്റ് ആണ്, കാരണം അത് ഡ്രമ്മിന്റെ സൈസാണ്. മറ്റേത് ഇങ്ങനെ കംപ്രസ് ചെയ്യുന്നതായതുകൊണ്ട് ആ മണ്ണിന്റെ ഇതിന്റെ ഒരു സാധനം അനുസരിച്ചിട്ട് വരുന്ന ഒരു ചെറിയ ഇതാണ്. അപ്പോൾ നമ്മൾ ഡയമെൻഷൻസിന്റെ കാര്യത്തിൽ നമ്മളൊരു തീരുമാനം ഉണ്ടാക്കി. ഇനി നമുക്ക് അടുത്തത് ഇതൊന്ന് നെയിൽ ചെയ്ത് നോക്കാം, ആണിടിച്ച് നോക്കാം. അപ്പോൾ നമ്മൾ ഈ ബ്ലോക്കിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് സുൽഫിക ഇതിപ്പോൾ 8 ഇഞ്ച് വീതിയിലാണ് വെച്ചിട്ടുള്ളത്. നമുക്ക് പലപ്പോഴും ഒന്നെങ്കിൽ നമ്മൾ 8 ഇഞ്ചിൽ പണിയാണെങ്കിൽ നമ്മൾ ആണി അടിക്കുന്നത് ഈ 6 ഇഞ്ച് സൈഡിലായിരിക്കും. ഇനി അതല്ല, നമ്മൾ നേരെ മറിച്ച് ഇങ്ങനെയാണ് നമ്മൾ കെട്ടുന്നത്, 6 ഇഞ്ച് വീതി വെച്ചിട്ട് കെട്ടുന്നെങ്കിൽ നമുക്ക് ഈ ആണി അടിക്കുന്നത് ഇവിടെ ആയിരിക്കും. നമുക്ക് എന്തായാലും 2 സൈഡിലും ഞങ്ങൾ അടിച്ച് ടെസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മൾ നോക്കുമ്പോഴേക്കും അത്യാവശ്യം അടിപൊളിയായിട്ട് തന്നെ കേട്ടോ കയറുന്നത്. നല്ല സ്ട്രെങ്ത്തിൽ തന്നെയാണ് നിൽക്കുന്നത്. നമുക്ക് അടുത്ത സൈഡും കൂടെ ഒന്ന് അടിച്ചു നോക്കാം. അത് മാത്രമല്ല അതിന്റെ ചുറ്റും ഒട്ടും ഡിസ്റ്റർബ് ആയിട്ടില്ല. ഇല്ല, അതൊന്നും എനിക്ക് വേണം അടുത്ത് വന്നിട്ട് തന്നെ കാണിക്കാം. നമ്മൾ ഈ ആണി അടിച്ചപ്പോഴേക്കും ഇതിന്റെ ചുറ്റും ഒരു തരത്തിലുള്ള ഡിസ്റ്റർബൻസും കാണാനില്ല. വളരെ നീറ്റായിട്ട് നമുക്കത് ഇൻസേർട്ട് ആയിട്ട് പോയിട്ടുണ്ട്. അത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാം. അടുത്തായിട്ട് നമുക്ക് നമ്മുടെ ഈ ഒരു സൈഡിലും കൂടെ സുൽഫിക ഒന്ന് അടിച്ചു നോക്കട്ടെ നമ്മൾ. അപ്പോൾ നമുക്ക് ഈ സൈഡിൽ നമുക്ക് വരുമ്പോഴേക്കും ആ സെയിം നല്ല അത്യാവശ്യം നല്ല അടിക്കുമ്പോൾ തന്നെയാണ് ഇത് അതാ അടിച്ച് അപ്പോൾ നമുക്ക് എനിക്ക് തോന്നുന്നത് ഈ ഒരു ടെസ്റ്റ് ചെയ്തപ്പോൾ എൻ്റെ എന്താ പറയുക അടിക്കാൻ അറിയാത്തത് കൊണ്ട് മാറി അടിച്ചതുകൊണ്ടാണ് വളഞ്ഞു പോയപ്പോൾ നമ്മുടെ കല്ല് പൊട്ടുകയല്ല ഉണ്ടായത്. നമുക്കിതിന് ചുറ്റും ഒരു ഡിസ്റ്റർബൻസും ഉണ്ടായിട്ടില്ല. ആണി അങ്ങ് വളഞ്ഞു പോവാണ് ഉണ്ടായിട്ടുള്ളത്. അപ്പൊ നമുക്ക് ഇതിന്റെ വെയിറ്റ് എത്ര വരുന്നത്? 17 കിലോ റേഞ്ചിലാണല്ലേ? 17 കിലോ റേഞ്ചിലാണ് വെയിറ്റ് പറഞ്ഞിട്ടുള്ളത്. വെയിറ്റ് കൂടും. അത് നമ്മൾ ഏത് ബ്ലോക്ക് ഇത്തരത്തിലുള്ള ബ്ലോക്ക് എടുത്തു കഴിഞ്ഞാലും നമ്മൾ മഴയൊക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് അബ്സോർപ്ഷൻ ഉണ്ടാവും. നമ്മൾ AC ബ്ലോക്കൊക്കെ നമ്മൾ ഈ ഹ്യൂമിഡ് ആയിട്ടുള്ള സമയത്ത് ഇതിന് വെയിറ്റ് കൂടും, ഡ്രൈ ആയിട്ടുള്ള സമയത്ത് വെയിറ്റ് കുറയും. അപ്പോൾ അത് നമുക്കൊരു ഡിഫറൻസ് പ്രശ്നമില്ല. നമുക്കൊരു റേഞ്ച് നോക്കാം. അതുപോലെ തന്നെ നിങ്ങൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ അടിച്ച ആണി നമ്മൾ വളഞ്ഞു പോയല്ലോ, അതിൻ്റെ തൊട്ടടുത്ത് ഒരു ആണിയും കൂടെ അടിച്ച് വളച്ചു. അപ്പോൾ നിങ്ങൾ കല്ലിൻ്റെ ഒരു ക്വാളിറ്റി നമുക്ക് ഒരു ബേസിക് രീതിയിൽ മനസ്സിലാവണമെങ്കിൽ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇതിന്റെ ചുറ്റും വേറൊരു ഡിസ്റ്റർബൻസും ഒന്നും വന്നിട്ടില്ല. മാത്രമല്ല ആണിയിൽ നമ്മൾ ഹോൾഡ് ചെയ്യാൻ പോകുന്നത്, ഈ ആണിയിലാണ് നമ്മൾ ഹോൾഡ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ നമുക്ക് ആണിയുടെ സ്ട്രെങ്ത് അറിയാം. ആണിയുടെ സ്ട്രെങ്ത്, കാരണം എത്ര കിലോ ഉള്ള കല്ലാണ് ഈ ആണിയിൽ തൂങ്ങാൻ പോകുന്നത് നമുക്ക് കാണാം. അപ്പോൾ നമുക്ക് നോക്കാം. നമുക്ക് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു
ഒരു 19 കിലോ അടുപ്പിച്ചിട്ട് നമുക്ക് വെയിറ്റ് വരുന്നത് കാണാം. സുൽഫിക, അപ്പോൾ നമുക്ക് എനിക്ക് തോന്നുന്നു ഒരു സ്റ്റാൻഡേർഡ് 17-ഒക്കെയാണ്, നമുക്ക് ഏകദേശം 19 കിലോ അടുപ്പിച്ച് കിട്ടിയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു മഴയോ അല്ലെങ്കിൽ ക്യൂറിങ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ മഴ കൊണ്ട് കഴിഞ്ഞാൽ കുറച്ച് വെയിറ്റ് വരുന്നതാണ്. നല്ല മഴയായിരുന്നു. അപ്പോൾ അത് പുറത്തിരുന്ന മെറ്റീരിയൽ ആയതുകൊണ്ട് ശരി, അതിന്റെ ഒരു ചെറിയ ഡിഫറൻസ്. അതെ, എന്തായാലും വെയിറ്റ് കൂടുതലാണല്ലോ ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ അതൊരു കൺസേൺ അല്ല. നമ്മൾ സെയിം ബ്ലോക്കിൽ തന്നെയാണ് നമ്മൾ നെയിൽ ടെസ്റ്റ് ഒക്കെ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം അതൊരു മാത്രമല്ല നമ്മൾ ആ നെയിലാണ് ഹോൾഡ് ചെയ്തിരിക്കുന്നത്. ആ നെയിൽ തന്നെയാണ് നമ്മൾ ഹോൾഡും ചെയ്തിട്ടുള്ളത്. അപ്പോൾ അത്രയ്ക്കും എന്നിട്ട് നെയിലിന് ഒരു മാറ്റം വന്നിട്ടില്ല. എനിക്ക് തോന്നുന്നത് നമ്മൾ ഒരു ടെസ്റ്റും കൂടെ ചെയ്ത് നോക്കാണ്ട് ഇതിന്റെ മുകളിൽ നിന്ന് ഹാമർ ചെയ്ത് നോക്കാം, എറിഞ്ഞു നോക്കാം. ഫസ്റ്റ് നമുക്ക് ഈ സെയിം ബ്ലോക്ക് തന്നെ എറിഞ്ഞു നോക്കാം അല്ലെ. ഈ സെയിം ബ്ലോക്ക് നമുക്ക് ആദ്യം എറിഞ്ഞു നോക്കാം. സുൽഫിക, അപ്പോൾ ഞാൻ നമ്മുടെ ഈ നെയിൽ ചെയ്ത സെയിം കല്ലിനെ നമുക്ക് അങ്ങ് എറിഞ്ഞു കാണിക്കാം. ഞാൻ എല്ലാ വീഡിയോസിലും പറയാറുണ്ട്, ഇതിന്റെ ഫിസിക്കൽ പ്രോപ്പർട്ടീസ് നമ്മൾ എറിഞ്ഞിട്ടല്ല പ്രോപ്പർട്ടീസ് എല്ലാം നോക്കേണ്ടത്. പക്ഷെ നമുക്ക് ഇതിന്റെ ഒരു ഫിസിക്കൽ സ്ട്രെങ്ത് കാണിക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് കാരണം പൊടിഞ്ഞു പോയാൽ നമുക്കറിയാലോ, നല്ല ഉറപ്പില്ലാത്ത സാധനം. വെട്ടുകൾ ഞാൻ എറിഞ്ഞ് പൊട്ടിച്ച് കാണിച്ചിട്ടുണ്ട്, പൊട്ടു. അപ്പൊ നമുക്ക് അതൊന്ന് കാണിച്ചു തരാം. ഒരു റൗണ്ട് എറിഞ്ഞു, ഇനി പൊട്ടണ വരെ എറിയണമെങ്കിൽ നമുക്ക് ഒരു 2 റൗണ്ട് കൂടെ എറിഞ്ഞു നോക്കാം അല്ലെ. സുൽഫിക, ഞാൻ 2 റൗണ്ട് കൂടെ 4 റൗണ്ട് എറിയാം. കല്ല് വീണ് റിംഗ് സൗണ്ട് അടിച്ച് തിരിയാ ചെയ്യണത്. എനിക്ക് തോന്നുന്നു കോർണർ പോലും രണ്ടാമത്തെ എറിയലും പോയിട്ടില്ല കേട്ടാ, ഒന്നും സംഭവിച്ചിട്ടില്ല. നമ്മുടെ ആണി അടക്കം തിരിഞ്ഞു മറിഞ്ഞിട്ടും ആണി അങ്ങനെ തന്നെ നിൽക്കുന്നുണ്ട്. ആണീന്റെ ചുറ്റിലും പ്രശ്നങ്ങളൊന്നും സംഭവിച്ചിട്ടില്ല. ഒരു റൗണ്ട് കൂടെ എറിഞ്ഞു നോക്കാം. മൂല തട്ടിയപ്പോ ഇവിടെ മണ്ണ് കട്ട പിടിച്ചത് ഈ രീതിയിൽ പൊട്ടിപ്പോയിട്ടുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നത് എറിഞ്ഞ് ഞാൻ ക്ഷീണിച്ചു. കല്ലിന്റെ ഈ ഒരു ടെസ്റ്റിൽ കല്ല് പാസ്സായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടുത്തെ ഈ കല്ല് ഇവർ ക്യൂറിങ്ങിന് വെച്ചതിൻ്റെ മുകളിൽ ഞാനൊന്ന് കയറി നോക്കിയതാണ്. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് എറിഞ്ഞിട്ട് ഇത് കല്ലിൻ്റെ ഇട്ട് ഒരു എന്താ പറയുക, ഒരു സ്ട്രെങ്ത് എങ്ങനെയുണ്ട് നമുക്ക് ടെസ്റ്റ് ചെയ്യാം. ഒരു റൗണ്ട് നമ്മൾ ഈ ഹൈറ്റിൽ നിന്ന് നമ്മൾ താഴത്തേക്ക് എറിഞ്ഞതാണ്. അതെറിഞ്ഞ് അത് മൂല കുത്തി വീണിട്ട് അവിടെ എന്താ പറയുക ഗ്യാപ്പ് ഉണ്ട് ചെയ്തിട്ടുള്ളത്. കല്ല് പൊട്ടിയിട്ടില്ല. ഒരു റൗണ്ടും കൂടെ ഞാൻ നിങ്ങൾക്ക് ഒന്നും കൂടെ എറിഞ്ഞ് കാണിച്ചു തരാം ഈ ഹൈറ്റിൽ നിന്ന്. അപ്പോൾ ഒന്ന് നോക്കിക്കോളൂ. നമ്മളിപ്പോൾ മുകളിൽ നിന്ന് കല്ലെറിഞ്ഞപ്പോഴേക്കും 2 തവണ എറിഞ്ഞപ്പോൾ വീണ സ്ഥലങ്ങളാണിത്. നമ്മൾ എറിഞ്ഞ കല്ലാണ്. എറിഞ്ഞ കല്ല് ഇതാ ഇവിടെ ഉള്ള കല്ലിനെ പൊട്ടിച്ചിട്ട് നമ്മുടെ കല്ല് ഒരു കുഴപ്പമില്ലാതെ, എനിക്കൊരു കോർണർ പോലും പോയിട്ടില്ല സുൽഫിക്ക, കോർണർ പോലും പോയിട്ടില്ല. ഇതാ എറിഞ്ഞ ആണിയും കയറൊക്കെ ഇവിടെ ഉണ്ട്. ഇത് കണ്ടോ, നമ്മൾ വച്ച ആണി ഇവിടെ ഉണ്ട്. എഡ്ജ് കുത്തിയിട്ട് അതാ അതിൻ്റെ മണ്ണും പൊടിയൊക്കെ കാണാം. അപ്പോൾ എനിക്ക് തോന്നാ ഇവിടെ മണ്ണ് കുത്തിയത് ഇളക്കിയിട്ട് പോകുന്നില്ല, ഈ രീതിയിൽ നിൽക്കുകയാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു സുൽഫിക്ക, നമ്മൾ ആ ടെസ്റ്റുകൾ നമ്മൾ ഹൈലി സാറ്റിസ്ഫൈഡ് ആണ്. കാരണം മുകളിൽ നിന്ന് ഇതുവരെ എറിഞ്ഞു നോക്കിയിട്ടുണ്ടോ? ഇല്ല. അപ്പോൾ ആ ടെസ്റ്റ് നമ്മളാണ് ചെയ്ത് നോക്കിയത്. ഇനി ഞങ്ങളൊന്ന് ഹാമറും കൂടെ ചെയ്ത് നോക്കും, ഒന്ന് അടിച്ചു കൂടെ നോക്കാം. നമ്മൾ നേരത്തെ ഈ പരീക്ഷണങ്ങൾ ഒക്കെ ചെയ്ത സെയിം ബ്ലോക്കിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മൾ ഈ പറയുന്ന ബിൽഡിംഗ് ബ്ലോക്കൊക്കെ പൊട്ടാതെ ഇരുന്നിട്ടും കാര്യമില്ല. കാരണം നമുക്ക് ഇതിൻ്റെ സൈസൊക്കെ എടുക്കണമെങ്കിൽ ഇതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് നോക്കിയിട്ടൊക്കെയാണ് ചെയ്യേണ്ടത്. നമുക്ക് ആ ഒരു സ്ട്രെങ്ത് അറിയുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ വക കാര്യങ്ങളൊക്കെ ചെയ്തു നോക്കുന്നത്. എനിക്ക് ഇവിടെ എഡ്ജൊക്കെ അടിച്ചിട്ട് വേണമെങ്കിൽ ഒന്ന് പൊട്ടിച്ചും കൂടെ കാണിച്ചു തരാം. കാരണം നമുക്ക് സൈസും ഷേപ്പൊക്കെ ആക്കണമെങ്കിൽ ഇതിൻ്റെ കോർണറിലൊക്കെ അടിച്ചു കഴിഞ്ഞാൽ ഈ രീതിയിലാണ് ഇത് പൊട്ടി കിട്ടുന്നത് കേട്ടോ. ഇങ്ങനെയാണ് നമുക്ക് പൊട്ടി കിട്ടുന്നത്. എനിക്കിവിടെ ആണി അടിച്ചതൊന്ന് ഇറക്കി നോക്കാം. ഇതാ ഇപ്പോഴാണ് ആ ആണി അടിച്ച് പോന്നിട്ടാണ് അത് ഇളകി അങ്ങ് പോന്നിട്ടുള്ളത്. മാത്രമല്ല 2-3 പ്രാവശ്യം എറിഞ്ഞു നമ്മൾ. ഇത് ഒരു 2-3 തവണ മാത്രമല്ല, നമ്മൾ മുകളിൽ നിന്ന് ഒരു 2 എറിയൽ വേറെ എറിഞ്ഞു. അപ്പോൾ എന്നിട്ടാണ് നമ്മൾ ഈ കല്ലിനെ ഈ പരുവത്തിലാക്കി എടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ കാലാവസ്ഥ നമുക്ക് പണി തന്നുകൊണ്ടിരിക്കുകയാണ്. ചിലപ്പോൾ മഴയ്ക്കുള്ള സാധ്യത. അത് കാരണം നമുക്ക് നമ്മുടെ ഫൈനൽ ടെസ്റ്റ് കൂടെ നമുക്കൊന്ന് ചെയ്ത് നോക്കാം. ഒന്നുമില്ല, നമുക്ക് ഈ ലോറി ഇത് എത്ര യൂണിറ്റ് ലോറിയാണ്? 1 യൂണിറ്റ് 1.5 യൂണിറ്റ് ലോറി കേട്ടോ. അപ്പോൾ നമുക്ക് അതൊന്ന് നമ്മുടെ ബ്ലോക്കിൻ്റെ മുകളിൽ കയറ്റി നോക്കാം. അപ്പോൾ ഒന്ന് കാണാം അല്ലേ. നമ്മുടെ ലാസ്റ്റ് ടെസ്റ്റാണ്.
അപ്പോൾ നമ്മളിപ്പോൾ നേരെ നിങ്ങൾ കണ്ടതുപോലെ നമ്മുടെ മെഷീനിൽ നിന്ന് നേരെ എടുത്ത് വെച്ചിട്ടുള്ള ക്യൂറിങ്ങിലേക്ക് പോലും പോവാത്ത കട്ടയാണിത്. അപ്പോൾ സുൽഫിക്ക കയറി നോക്കട്ടെ ഇതിൻ്റെ മുകളിൽ, ഒരു പ്രശ്നമില്ല. ഇതിപ്പോൾ ആക്ച്വലി നമ്മുടെ ഈ സിമെൻ്റ് ഒക്കെ മിക്സ് ചെയ്തിട്ടുള്ള ആ സെയിം സാധനം, നമ്മൾ സെല് ചെയ്യുന്ന സെയിം സാധനം അല്ലേ. കയറി നോക്കട്ടെ. അപ്പോൾ നമ്മളെ ഫാക്ടറിയിൽ നിന്ന് കൊണ്ടുവന്ന നേരെ എടുത്ത പച്ചക്കട്ടയാണ്. ഇതിൻ്റെ മുകളിൽ ഇത് ഞാൻ ആ എഡ്ജ് തട്ടിയിട്ട് അത് പൊട്ടിയെന്നിട്ടോ, ഇല്ലെങ്കിൽ ഒരു പ്രശ്നമില്ല, ബ്ലോക്ക് അങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ നമ്മൾ നേരത്തെ ആവശ്യപ്പെട്ടതുപോലെ ഇത് നമ്മുടെ സിമെൻറ്റ് മിക്സ് വരുന്ന ലാറ്ററൈറ്റ് എന്താ പറയുക ബ്ലോക്കാണ്. ഇതും നിങ്ങളിപ്പോൾ കണ്ട നമ്മുടെ ലാറ്ററൈറ്റ് മാത്രം. ഇതിനകത്ത് സിമെൻ്റ് ഉണ്ട്, രണ്ടിനകത്തും സിമെൻ്റ് ഇല്ല. ജസ്റ്റ് നമ്മുടെ ലാറ്ററൈറ്റ് മണ്ണ് മാത്രം കംപ്രസ് ചെയ്തിട്ടുള്ള 2 ബ്ലോക്കുകളാണ്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇതിൻ്റെ മുകളിൽ കൂടെ ഒന്ന് കയറി നോക്കാം അല്ലേ. ഞാൻ ധൈര്യമായിട്ട് കയറിക്കാലോ അല്ലേ. ഇതിലും കയറി വെക്കാം, സർക്കസ് കാണിക്കാം. നമ്മളൊരു പ്രൊഡക്റ്റിനെ കുറിച്ച് പഠിക്കുമ്പോൾ സത്യം പറഞ്ഞാൽ ഇങ്ങനെയൊക്കെ തന്നെ വേണം സുൽഫിക്ക. അതായത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഉർവശി ശാപം ഉപകാരം എന്ന് പറഞ്ഞ പോലെയാണ്. നമ്മൾ നല്ല അടിപൊളിയായിട്ട് വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു, പ്രൊഡക്റ്റിനെ കുറിച്ചൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അടിപൊളി മഴ, ഇതുപോലെ ഒരു മഴ ഇടിവെട്ടും നമ്മൾ ലൈഫിൽ ഇതുവരെ കണ്ടിട്ടില്ല, അതുപോലെ മഴയായിരുന്നു. അപ്പോൾ പക്ഷെ അതിനെക്കൊണ്ട് നമുക്കൊരു ഗുണം കൂടെ ഉണ്ടായി. നമ്മളീ പറഞ്ഞ നമ്മുടെ ലാറ്ററൈറ്റ് ബ്ലോക്കുകൾ വെള്ളത്തിൽ എങ്ങനെയാണ് ബിഹേവ് ചെയ്യുന്നത് എന്നുള്ളത് നമുക്ക് നമ്മുടെ ഫാക്ടറി എന്താ പറയുക, നമ്മുടെ അവിടെ നിന്ന് തന്നെ നമുക്ക് പഠിക്കാനായിട്ട് പറ്റി. നമ്മളെ ചെറിയൊരു മതിലൊക്കെ ചെയ്തെന്ന് പറഞ്ഞു. ഞാൻ അതിൻ്റെയൊക്കെ വീഡിയോസ് ഒന്ന് കാണിച്ചു തരാം, കാരണം നല്ല മഴ ആയതുകൊണ്ട് അതിൻ്റെ അടുത്ത് പോയി വീഡിയോ എടുക്കാൻ പറ്റിയില്ല. പക്ഷേ നിങ്ങൾ സാൻഡ് ചെയ്തിട്ട് അതിൻ്റെ മുകളിൽ ക്ലിയർ അടിച്ച് വെച്ചേക്കാണ് അല്ല, അതിൻ്റെ ടോപ്പിൽ ഇങ്ങനെ പ്ലാസ്റ്റർ ചെയ്തൊക്കെ വെച്ചിട്ടുണ്ട്. അത് മൊത്തം വെള്ളത്തിൽ കൂടെ വരുന്നത് നിങ്ങൾക്ക് കാണാം. അപ്പോൾ ഞാൻ പറഞ്ഞത് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്കൊരു സൈറ്റും കൂടെ കാണണം. അപ്പോൾ ഞാൻ നേരത്തെ പറയാൻ വിട്ടൊരു കാര്യമുണ്ട്. സുൽഫിക്ക ഒരു ബിൽഡറും കൂടിയാണ്, ഒരു ബിൽഡർ കം കോൺട്രാക്ടർ കൂടിയാണ്. അപ്പോൾ സുൽഫിക്കയുടെ ഓൺ കൺസ്ട്രക്ഷനാണ് വന്നിട്ടുള്ളത്. അപ്പോൾ സ്വന്തം കൺസ്ട്രക്ഷനിൽ ഒരാൾ എന്തായാലും റിസ്ക് എടുത്ത് ഒരു മെറ്റീരിയൽ എടുക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അത് മാത്രമല്ല, നമ്മൾ ഇതുവരെ ചെയ്ത ടെസ്റ്റുകളിൽ സത്യം പറഞ്ഞാൽ ഞാൻ ഇത്രയൊന്നും പ്രതീക്ഷിച്ചിട്ടില്ല. ഞാനൊരു മണ്ണും ഇതും കൂടെ വരുമ്പോഴേക്കും എത്രത്തോളം ഉറപ്പുണ്ടാവും എന്നുള്ള ഒരു ചിന്തയിലായിരുന്നു ഞാൻ. എനിക്കൊന്ന് ആ കംപ്രഷനിലൊക്കെയാണ് അതിൻ്റെ ആ ഒരു എഫക്റ്റ് ശരിക്കും കിട്ടിയിട്ടുള്ളത്. ഇപ്പോൾ ഇവിടെ കൂടെ വന്ന് നമ്മളൊന്ന് കണ്ടപ്പോഴേക്കും കുറേ കൂടെ ധൈര്യമായി. അത് മാത്രമല്ല, സുൽഫിക്ക എനിക്ക് കാണിച്ചു തന്നൊരു സാധനമായിരുന്നു. നമ്മളിവിടെ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ക്യാമറ ഒന്ന് ഫോളോ ചെയ്യണേ, നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് കണ്ടോ, നമ്മളിവിടെ ഒരു 2.5 അല്ലെങ്കിൽ 3 കല്ല് വീതിയിലാണ് ഇരിക്കുന്നത്. 2 കല്ല് വീതിയിലാണ് ഇരിക്കുന്നത്. അതിൽ മുകളിൽ ലോഡ് ചെയ്തിട്ടുള്ളത് ഇവിടെ ഒരു ഒറ്റ കല്ലിലാണ് ഇരിക്കുന്നത്. ആ ബീം നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ആ ബീം അങ്ങനെ അങ്ങ് പോകുന്നുണ്ട്. അവിടെ നിങ്ങൾ ഒരൊറ്റ കല്ല് സപ്പോർട്ട് ചെയ്തിട്ടുള്ളത് കാണാം. അകത്ത് കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് മൊത്തം മഴ വരുന്നൊക്കെ കാണാം. അപ്പോൾ ആ രീതിയിൽ ഇപ്പോൾ നമ്മൾ ഗ്രൗണ്ട് ഫ്ലോർ ഷട്ടറിങ് ചെയ്തേക്കാണ് അല്ലേ. സുൽഫിക്ക, ജസ്റ്റ് ഈ പ്രൊജക്റ്റിനെ പറ്റി, ഇവിടുത്തെ ഏരിയനെ പറ്റി, ഈ ഗ്രൗണ്ട് ഫ്ലോറിലെ ഏരിയനെ പറ്റിയും ഇത് ലോഡ് ബിയറിംഗ് ആയിട്ട് ചെയ്ത കാര്യങ്ങളെ പറ്റി ഒന്ന് നമ്മുടെ വ്യൂസിന് പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ അടിപൊളിയായിരിക്കും. ഇത് 2500 സ്ക്വയർ ഫീറ്റ് വീടാണ്. ഗ്രൗണ്ട് ഫ്ലോർ 1500 സ്ക്വയർ ഫീറ്റ്. ഇത് ഫുൾ ലോഡ് ബിയറിംഗിൽ നമ്മൾ ഇത്തരത്തിലുള്ള ഓപ്പണിംഗ് ഉള്ള സ്ഥലങ്ങളിൽ മാത്രം ഫ്രെയിം ആയിട്ട്, അതായത് കോളം ഇതിൽ ചെയ്തിട്ടുണ്ട്. പിന്നെ ഫുള്ളായിട്ട് കോൺക്രീറ്റ് അല്ലേ, നമ്മുടെ ഗ്രൗണ്ട് ഫ്ലോർ സ്ലാബ് ഫുള്ളായിട്ട് കോൺക്രീറ്റ് ആണ്. ഈവൻ സ്റ്റെയർ കേസ് അടക്കം കോൺക്രീറ്റിൽ തന്നെ ചെയ്തു വെച്ചിട്ടുണ്ട്. ഇതിന്റെ ഒരു എലിവേഷൻ എടുത്തു കഴിഞ്ഞാൽ റൂഫ് സ്ലോപ്പ് അങ്ങനെ എന്തെങ്കിലും വരുന്നുണ്ടോ സ്റ്റൈലാണ്, ഫ്ലാറ്റ് ആയിട്ടുള്ള ഒരു മിക്സ് ആയിട്ടാണ് വരുന്നത്. മുഴുവൻ കോൺക്രീറ്റ് തന്നെയാണ്, ഫാബ്രിക്കേഷൻ പരിപാടികളൊന്നും ഫുൾ കോൺക്രീറ്റ് ആണ്. അപ്പോൾ നമുക്കൊരു ക്ലാരിറ്റിക്ക് വേണ്ടിയിട്ട് ഞാൻ സുൽഫിക്കാനോട് ചോദിച്ചത്, അതായത് ഈ ട്രസ് റൂഫ് അങ്ങനെ എന്തെങ്കിലും അറിയാൻ, അത് അറിയാൻ വേണ്ടി മാത്രം. അപ്പൊ അവർക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം ഫുൾ കോൺക്രീറ്റ് എന്ന് പറയുമ്പോഴേക്കും ഒരു സ്ട്രക്ചറിന്റെ വെയിറ്റ് എത്രത്തോളം ഉണ്ടാവും എന്നുള്ളത് നമുക്ക് ആലോചിക്കാമല്ലോ. അപ്പോൾ ആ സാധനം ഇത്രയും ധൈര്യമായിട്ട് സുൽഫിക്ക സ്വന്തം പ്രൊജക്റ്റിൽ നമ്മുടെ ഈ ലാറ്ററൈറ്റ് ബ്ലോക്കിനെ വെച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതിന് വേണ്ട പ്രോപ്പർട്ടീസ് ഒക്കെ ഉണ്ട് എന്നുള്ള ഒരു കോൺഫിഡൻസ് ഉള്ളതുകൊണ്ടായിരിക്കും. ഇതിനൊക്കെ പുറമെ ഉറപ്പായിട്ടും നമ്മൾ 4-5 സാമ്പിൾ കൊണ്ടുപോയി നമ്മുടെ ടെസ്റ്റിങ്ങും നമുക്കൊരു കോൺഫിഡൻസ് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞങ്ങൾ ജസ്റ്റ് നടന്ന് നമ്മുടെ ഈ വീടിന്റെ വെള്ളം ഒഴിച്ചുകൊണ്ടിരിക്കുന്നത് ഈ കാര്യങ്ങളൊക്കെ ഒന്ന് കാണിച്ചു തരാം. ഈ പറഞ്ഞതാണ് നമ്മുടെ നേരത്തെ സുൽഫിക്ക പറഞ്ഞ നമ്മുടെ ഇത് വെച്ചിട്ട് ഫെൻസിങ് ചെയ്തു എന്ന് പറഞ്ഞത്.
ഇവിടെ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഇതിൽ തന്നെ ചെറിയൊരു PCC ചെയ്തിട്ട് അതിന്റെ മുകളിൽ എക്സ്പോസ്ഡ് ആയിട്ടാണ് നമ്മുടെ ഈ ഒരു ഫെൻസിങ് ചെയ്തിട്ടുള്ളത്. ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം വളരെ തിന്നായിട്ട് ഒരു 8 mm ഇവിടെ ഗമ്മ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ മുകളിൽ നമുക്ക് ഒരു ചെറിയ സിമെന്റ് പ്ലാസ്റ്ററിൽ ഒരു ചെറിയ കവറിങ് ഒക്കെ കൊടുത്തിട്ടാണ് വെച്ചിട്ടുള്ളത്. ഇതൊന്ന് സാൻഡ് ചെയ്തിട്ട് ഇതിൽ ക്ലിയർ ഒക്കെ അപ്ലൈ ചെയ്തിട്ടാണ് വെച്ചിട്ടുള്ളത്. അപ്പോൾ എനിക്ക് തോന്നുന്നു എൻ്റെ അടുത്ത് പറഞ്ഞത് ഏകദേശം ചെയ്തിട്ട് 4 മാസമായി എന്നുള്ളതാണ്. 4 മാസമായിട്ടും അത് വളരെ ഫിനിഷോട് കൂടി തന്നെ ഇരിക്കുന്നത്. പിന്നെ നമ്മളും കൂടെ ഒന്ന് പരീക്ഷ നോക്കിയാൽ നമുക്ക് എൻ്റെ കറക്റ്റ് ഡീറ്റെയിൽ അറിയാനായിട്ട് പറ്റുള്ളൂ. നമ്മുടെ മെഷീനകത്ത് സിമെന്റും ലാറ്ററൈറ്റും മിക്സ് ചെയ്തിട്ടുള്ള കംപ്രസ് ചെയ്തിട്ടുള്ള ബ്ലോക്ക് നമ്മൾ കാണിച്ചു. അതിനകത്ത് ഞാൻ കയറി നിന്ന് കാണിച്ചു കൊടുത്തു. ഞാൻ മഡ് മാത്രം നമ്മുടെ ലാറ്ററൈറ്റും മഡ് മാത്രം കംപ്രസ് ചെയ്തിട്ട്, അതായത് ആ കംപ്രസീവ് സ്ട്രെങ്ത് എത്ര ഉണ്ടെന്നുള്ളതൊന്ന് കാണാൻ വേണ്ടിയിട്ടായിരുന്നു. അപ്പോൾ നമ്മുടെ ജോബിൻ നമ്മുടെ മെഷീനറിയുടെ പേര് കൂടെ വെച്ചു. നമസ്കാരം, എൻ്റെ പേര് ജോബിൻ. ഞങ്ങളുടെ ബ്രാൻഡ് ടഫി എന്നുള്ള ബ്രാൻഡാണ്. ഞങ്ങൾ 97 തുടങ്ങി ചെയ്യുന്നതാണ് ഈ മെഷീനറീസ്. ഇതിൻ്റെ പ്രത്യേകത വെച്ചാൽ നോർമൽ ഈ സോയിൽ കംപ്രഷൻ മെഷീനിൽ ഒരു ഡോർ ക്ലോസ് ചെയ്ത് 1 സൈഡ് കംപ്രഷൻ വരുന്നുള്ളൂ. ഒരു സൈഡ് കംപ്രഷൻ. നമ്മുടെ ഡ്യുവൽ കംപ്രഷൻ ആണ്. ഡ്യുവൽ കംപ്രഷൻ 15 ടണ്ണിലാണ് കംപ്രസ് ചെയ്യുന്നത്. 15 ടണ്ണിലാണ്. അതുകൊണ്ടാണ് ധൈര്യമായിട്ട് നമുക്ക് സോയിൽ ഒരു അത്ര ഹെവി കംപ്രസ് ആയതുകൊണ്ട് നമുക്ക് കയറി വയ്ക്കാൻ പറ്റുന്നത്. അത് 24 ഇഞ്ച് നീളമുള്ളതാണ് നമ്മൾ കംപ്രസ് ചെയ്ത് 12 ഇഞ്ച് ആകുന്നത്. ഓൾമോസ്റ്റ് ഡബിൾ ഏരിയ പകുതിയോളം കംപ്രസ് ചെയ്യാം. അത്ര ഹെവി കംപ്രസ് ആണ്. അതാണ് ഇത്ര സ്ട്രെങ്ത് കിട്ടാനുള്ള കാരണം. ഇവിടെ സിമെന്റിന്റെ സെറ്റിംഗ് കൂടെ കിട്ടുമ്പോൾ ബ്ലോക്സ് കൂടെ കഴിഞ്ഞാൽ ഫുൾ സെറ്റ്. ഞങ്ങളിവിടെ എല്ലാ പരീക്ഷണങ്ങളും നടത്തി. ജോബിൻ ധൈര്യമായിട്ട് എൻ്റെ അടുത്ത് മറ്റേ മണ്ണിന്റെ ഞാൻ കയറണമെന്ന് ചോദിച്ചു. ജോബിൻ വളരെ ധൈര്യമായിട്ട് തന്നെ കയറിക്കോളാനായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പൊ നമുക്ക് നമ്മുടെ ഇത്തരത്തിലുള്ള ബ്ലോക്കുകൾ നമ്മുടെ സൈറ്റിലേക്ക് നമുക്ക് കട്ട് ചെയ്യേണ്ടി വരിക. നമ്മൾ ലെങ്ത് ഒക്കെ അഡ്ജസ്റ്റ് ചെയ്ത് വന്നിട്ട് ഈ രീതിയിലാണ് നമ്മൾ കട്ട് ചെയ്യേണ്ടി വരിക. അപ്പോൾ നമുക്ക് 2 ഇഞ്ച് സൈസിലടക്കം ഇത് കട്ട് ചെയ്താലും പ്രശ്നമില്ല എന്നായിരുന്നു പറഞ്ഞത്. അപ്പോൾ നമുക്ക് അതും ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. നമ്മുടെ ബ്ലോക്ക് ഇതാ ഈ രീതിയിൽ നമ്മൾ കട്ട് ചെയ്തിട്ടുണ്ട്. ഈ കട്ട് ചെയ്യുന്ന എഡ്ജസിൻ്റെ ഒക്കെ ഒരു ഫിനിഷിങ് നിങ്ങൾക്ക് കാണാം. കട്ടായിട്ടുള്ള സൈഡിൻ്റെ ഒക്കെ ഒരു ഫിനിഷിങ്ങും കാണാം. അത് അത്രയും കംപ്രസ്ഡ് ആയിട്ടുള്ള ബ്ലോക്ക് ആയതുകൊണ്ടാണ് നമുക്ക് ഇത്രയും ക്ലീൻ ആയിട്ടുള്ള എഡ്ജസ് കിട്ടുന്നത്. നമ്മൾ ആ തട്ടി ഭാഗം അത് നിങ്ങൾ നോക്കിയാൽ മതി. അത് വേറെ ഒന്നും ഇളകി പോന്നിട്ടില്ല. നല്ല നീറ്റായിട്ട് തന്നെയാണ് നമുക്ക് ഇളകി പോന്നിട്ടുള്ളത്. നമ്മുടെ പ്രോപ്പറായിട്ടുള്ള നമ്മളിപ്പോൾ സൈറ്റ് പോയി കണ്ടവർക്ക് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു ഇത്തരത്തിലുള്ള പീസ് ഗ്യാപ്പൊക്കെ ഫില്ല് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ കണ്ട പോലെ നമ്മൾ വീഡിയോ ഷൂട്ട് ചെയ്ത് കഴിയുമ്പോഴേക്കും ഒത്തിരി രാത്രി ഇപ്പോൾ അതുപോലെ തന്നെ നല്ല മഴയായിരുന്നു. അതുകൊണ്ട് നമുക്ക് ഇതിൻ്റെ ഒരു വൈൻഡപ്പ് കാര്യങ്ങൾ നമുക്ക് അവിടെ ഷൂട്ട് ചെയ്യാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഒന്നുമില്ല, എനിക്ക് ആഡ് ചെയ്യാനുള്ള കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഒന്ന്, നമ്മൾ ഈ ഒരു ബ്ലോക്കിൻ്റെ നമ്മൾ ലാബ് ടെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ എല്ലാ ഡീറ്റെയിലുകളും നമ്മുടെ ഒരു ഫോളോ വീഡിയോ ആയിട്ട് നമ്മൾ അടുത്ത വീഡിയോയിൽ നമ്മൾ കറക്റ്റായിട്ട് എല്ലാ കാര്യങ്ങളും നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ ഒരു കോസ്റ്റ് എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ മൂവാറ്റുപുഴയാണ് നമ്മുടെ ഈ ഫാക്ടറി വരുന്നത്. നമ്മൾ ഇവിടെ ഒന്ന് പർച്ചേസ് ചെയ്യുന്നതിന് ഒരു ബ്ലോക്കിന് 35 rupees 35 രൂപയാണ് പറഞ്ഞിട്ടുള്ളത്. പിന്നെ അഡീഷണൽ ആയിട്ടുള്ള ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റും കാര്യങ്ങളൊക്കെ ആയിരിക്കും വരിക. ഇതിനെക്കുറിച്ച് കൂടുതൽ നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇവിടെ വന്ന് നോക്കി ഈ ബ്ലോക്കൊക്കെ ഒന്ന് കണ്ട് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കോൺടാക്ട് ഡീറ്റെയിൽസ് എല്ലാം വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ വിളിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിനെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ അറിയാം. അപ്പോൾ എന്തായാലും ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു ബ്ലോക്കിനെ പറ്റി നല്ലൊരു ധാരണ കിട്ടി, ഞങ്ങൾക്കും പഠിക്കാൻ പറ്റി, നിങ്ങൾക്കും അതുപോലെ തന്നെ യൂസ്ഫുൾ ആയെന്ന് വിശ്വസിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഇതുപോലെ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.